നാട്ടിലേക്കിറങ്ങുന്ന വന്യമൃഗങ്ങൾ കാരണം ഒരു മനുഷ്യജീവൻ കൂടി പൊലിഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ ദിവസം. കണ്ണൂർ കണ്ണാടിപ്പറമ്പിലാണ് കാട്ടുപന്നി കുറുകെ ചാടി ഓട്ടോ മറിഞ്ഞ് കൊളച്ചേരി ലക്ഷം വീട് ഉന്നതിയിലെ വിജയൻ മരിച്ചത്. ഇന്നലെ രാത്രി കണ്ണൂരിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ഈ അപകടമുണ്ടായത്. കാട്ടുപന്നി ശല്യം കാരണം ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് നാട്ടുകാർ പറയുന്നു. അപകടം നടന്ന സ്ഥലത്തുനിന്ന് അർജുന്റെ റിപ്പോർട്ട്. കണ്ണൂർ കണ്ണാടിപ്പറമ്പിലാണ് ഇന്നലെ രാത്രി പന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് ഓട്ടോ മറിയുകയും ഓട്ടോ തൊഴിലാളിയായിട്ടുള്ള വിജയൻ, കൊളച്ചേരിയിലുള്ള വിജയൻ മരണപ്പെടുകയും ചെയ്തത്. വലിയ ഒരു കുടുംബത്തിൻ്റെ തന്നെ പ്രതീക്ഷയാണ് നഷ്ടമായിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇതുവഴി കണ്ണാടിപ്പറമ്പ് വഴി കടന്നു പോകുന്ന ഓട്ടോ തൊഴിലാളിയായിട്ടുള്ള വിജയൻ സഞ്ചരിക്കുന്ന ഓട്ടോ പന്നി തട്ടുകയും അതിൻ്റെ ഭാഗമായി ഓട്ടോ ഒരു ഭാഗത്തേക്ക് മറിഞ്ഞ് റോഡിലേക്ക് വീഴുകയും ചെയ്തു. അങ്ങനെ വിജയൻ ഉൾപ്പെടെ റോഡിലേക്ക് മറിഞ്ഞ് വീഴുകയും പിന്നീട് ഈ പന്നി ഇതിൻ്റെ ഭാഗമായിട്ടാണ് മരണം സംഭവിച്ചതെന്നുള്ളതാണ് എല്ലാവരും തന്നെ ഈ ദൃക്സാക്ഷികളായിട്ടുള്ളവർ ഉൾപ്പെടെ പറയുകയും ചെയ്യുന്നത്. ആ സമയത്ത് ഇതുവഴി യാത്ര ചെയ്യുന്ന ആൾക്കാർ ഉൾപ്പെടെ പറഞ്ഞത് കാട്ടുപന്നിയുടെ ഈ ആക്രമണത്തിൽ അല്ലെങ്കിൽ കാട്ടുപന്നി കുറുകെ ചാടിയതിൽ ഭാഗമായാണ് ഇപ്പോൾ ഈ വിജയൻ മരണപ്പെട്ടതെന്നാണ്. ഈ പ്രദേശത്ത് വലിയ രീതിയിലുള്ള കാട്ടുപന്നി ശല്യം ഉൾപ്പെടെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉണ്ട് എന്നുള്ളതാണ് ഇവിടെയുള്ള നാട്ടുകാർ ഉൾപ്പെടെ സൂചിപ്പിക്കുന്നത്. എന്തായാലും വലിയൊരു പ്രതിഷേധമല്ലേ നിങ്ങളുടെ എല്ലാ ഭാഗത്തും ഉണ്ടാവുക? പ്രതിഷേധം തന്നെയാണ്. ഇത് മനുഷ്യന്റെ ജീവനാണ്. ഈ കാട്ടുപോത്തിന് വേണ്ടി പരതിയിട്ട് ആസ്പത്രി കൊണ്ടുപോയിട്ടുണ്ടാവും. മനുഷ്യനെ നോക്കുന്നില്ല. ഇത് പാവപ്പെട്ടവന് സംഭവിക്കുമ്പോൾ അധികാരികൾ ഉണരൂല. ഇതൊരു പൈസക്കാരനോ നേതാക്കന്മാർക്കോ ആണെങ്കിലേ ജനങ്ങൾ ഇത് അറിയൂ. ഇതിപ്പം ഇത് വനമുള്ള ഏരിയ ഒന്നല്ല, ഈ സാധാരണ ഗ്രാമപ്രദേശം. ഇത് 2-3 പ്രാവശ്യമായി ഇവിടെ തന്നെ സംഭവിക്കുന്നു. ഇത് അധികൃതർ അറിയിച്ചൊരു ശക്തമായൊരു നടപടി ഉണ്ടാവണം. ഇനി ഇത് ആവർത്തിക്കരുത്. ഈ സംഭവം നടന്നാലും മറ്റുള്ളവർ അറിയുമ്പോൾ ഒരു നാണക്കേടാന്നുള്ള ഒരു സംഭവത്തിൽ ആരും പറയാതിരിക്കുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ പറഞ്ഞ ഇത് തെളിവാണ്. ഇതിപ്പോൾ തെളിവ് കാണിച്ചതാണ്. എല്ലാവരും ഇത് അംഗീകരിക്കുന്നത്. പന്നി അടിച്ച് മരിച്ചാലും സാരമില്ല എന്നുള്ളതല്ല, അങ്ങനെയല്ല. ഇത് പ്രതിഷേധിക്കേണ്ടത് തന്നെയാണ്. അതിൽ ഒരു സംശയ കാര്യത്തിലില്ല. ഒരു മനുഷ്യജീവനാണ് നഷ്ടപ്പെട്ടത്. വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. എന്തായാലും നാട്ടുകാരുടെയും ഓട്ടോ തൊഴിലാളികളുടെയും ഒക്കെ ഭാഗത്ത് നിന്ന് വ്യാപകമായിട്ടുള്ള പ്രതിഷേധവും പരാതിയും ഒക്കെ ഉയരുകയാണ്. എന്തായാലും ദാരുണമായിട്ടുള്ളൊരു മരണമാണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയായിരുന്നു, അത്താണിയായിരുന്നു വിജയനാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. ഈ പ്രദേശത്തൊന്നും വലിയ ഒരു ഫോറസ്റ്റ് ഏരിയയോ അല്ലെങ്കിൽ കാടിനോട് ചേർന്ന ഒരു പ്രദേശവുമല്ല. വന്യമൃഗ സാന്നിധ്യം വലിയ പതിവായിട്ടുള്ള ഒരു പ്രദേശമല്ല. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇവിടെ ഈ കാട്ടുപന്നിയുടെയും അതുപോലെ തന്നെ മുള്ളൻ പന്നി തുടങ്ങിയിട്ടുള്ള ജീവികളുടെ വലിയ സാന്നിധ്യമുണ്ട്. അത് ഇല്ലാതാക്കാനുള്ള ഒരു നടപടി ഉണ്ടാവണമെന്നുള്ളതാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് നിമേഷ് ചെറുപൈശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട്. ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.